guys, this is Ritya from Metaphora Digital Academy, and in this video we are going to discuss about big data. Agriculture, insurance, healthcare തുടങ്ങി ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ബിഗ് ഡാറ്റയ്ക്ക് വളരെയധികം പ്രാധാന്യമാണുള്ളത്. അക്കോർഡിംഗ് ടു വിക്കിപീഡിയ, ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റാസിനെയാണ്. ഒരു സബ്ജക്റ്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് അത് ഓർഗനൈസ് ചെയ്ത് ഒരു യൂണിറ്റ് സ്ട്രക്ചർ ആക്കി വെച്ചതിനെയാണ് ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ സാലറി ഇൻഫോർമേഷൻസ് ഡാറ്റ സെറ്റിന്റെ ഒരു ഉദാഹരണമാണ്. മാത്രമല്ല, ഡാറ്റ സെറ്റുകളെ ഒരു നോൺ ടാബുലർ ഫോർമാറ്റിലും നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ XML ഫോർമാറ്റ്, ഇമേജ് ഫയൽ തുടങ്ങിയവയാണ് ഇതിന്റെ ഉദാഹരണം. ഇനി നമുക്ക് ബിഗ് ഡാറ്റ എന്താണെന്ന് നോക്കാം. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് വലിയ തോതിൽ പല സോഴ്സുകളിൽ നിന്നും ഡിഫറെൻറ്റ് ഡാറ്റാസ് വരുന്നുണ്ടാവും. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഈ ഡാറ്റാസിന്റെ സൈസും കോംപ്ലക്സിറ്റിയും ഒക്കെ വളരെ വലുതാണ്. അപ്പോൾ ഈ കളക്ട് ചെയ്യപ്പെട്ട ഡാറ്റാസ് നോർമൽ ട്രഡീഷണൽ ഡാറ്റ പ്രോസസ്സിംഗ് വെച്ച് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും വലുതാണ് ഈ ഡാറ്റ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വലിയ ഡാറ്റകളെ പ്രോസസ്സ് ചെയ്യുന്നതിനായി സ്പെഷ്യൽ ടെക്നിക്സ്, മെത്തേഡ്സ്, സോഫ്റ്റ്വെയർസ്, അതുപോലെ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരെയും ആവശ്യമുണ്ട്. സോ നോർമലി ഈ ഒരു വലിയ ഡാറ്റകളെയാണ് നമ്മൾ ബിഗ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഡാറ്റ എങ്ങനെയാണെന്നും എന്താണെന്നും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ബിഗ് ഡാറ്റയുടെ ആപ്ലിക്കേഷൻസ് എന്താണെന്നും നോക്കാം. Now let's see what are the examples of health data. Basically പേഷ്യൻസിൻ്റെ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് റെക്കോർഡ്സ്, ഫോർ എക്സാമ്പിൾ ബയോമെട്രിക്സ്, ഡെന്റൽ, സർജറി, ടെസ്റ്റ് റിസൾട്ട്സ് തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ സ്മാർട്ട് വാച്ചസ്, ഹെൽത്ത് സെൻസേഴ്സ് കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് ലൈക്ക് ബ്ലഡ് പ്രഷർ, കാലറീസ്, ഹാർട്ട് റേറ്റ് തുടങ്ങിയവയെല്ലാം വേറൊരു എക്സാമ്പിൾ കൂടിയാണ്. മാത്രമല്ല, പല രീതികളിലുള്ള അസുഖങ്ങളുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്ലോബൽ രജിസ്റ്ററുകൾ, ഗവൺമെന്റ് സൂക്ഷിച്ചിട്ടുള്ള വൈറ്റൽ റെക്കോർഡ്സ് സച്ച് ആസ് ബർത്ത്സ്, ഡെത്ത്സ്, ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ഇൻഫോർമേഷൻസ്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പബ്ലിക് ഹെൽത്ത് സർവൈലൻസ് ഡാറ്റ, ഉദാഹരണത്തിന് കോവിഡ് പോലെയുള്ള പകർച്ചവ്യാധികളെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ്. ഇങ്ങനെയുള്ള പല രൂപത്തിലും പല രീതിയിലുമുള്ള ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ അതിലൊരു 5 ആപ്ലിക്കേഷൻസ് ഞാനിപ്പോൾ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പാൻഡമിക്കുകളെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുക. ഒരു രോഗിക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെ നേരത്തെ കൂട്ടി ഡിറ്റക്ട് ചെയ്യുക, അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ സജസ്റ്റ് ചെയ്യുക, അസുഖങ്ങൾക്കുള്ള മെഡിസിൻസ് കണ്ടുപിടിക്കാം, സീരിയസ് കണ്ടീഷൻസ് കണ്ടുപിടിക്കാം, മെഡിക്കൽ ഇമേജസ് ആയിട്ടുള്ള എക്സ്റേസ്, ECGs എന്നിവയുടെ എല്ലാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അനലൈസിങ് ഒക്കെയാണ് ബിഗ് ഡാറ്റയുടെ ആപ്ലിക്കേഷൻസ് ആയി ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വരുന്നത്. ബിഗ് ഡാറ്റ 5 വീകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു: വെലോസിറ്റി, വെറൈറ്റി, വെറാസിറ്റി, വാല്യൂ, അതുപോലെ തന്നെ വോളിയം. ഈ 5 വീകളാണ് ബിഗ് ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ബിഗ് ഡാറ്റയിൽ നിന്ന് ഒരു വാല്യൂ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എക്സ്പേർട്സിൻ്റെയും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസിൻ്റെയും ആവശ്യകതയുണ്ട്. ഇനി വരുന്ന കാലഘട്ടത്തിൽ ബിഗ് ഡാറ്റയുടെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ബിഗ് ഡാറ്റയെ പറ്റിയിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.